നമോ നാരായണായ. ബ്രഹ്മാവിൻ്റെ ഉത്പത്തിയും ബ്രഹ്മകൽപ്പത്തെ വർണ്ണിച്ചുകൊണ്ടും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാൽ രചിക്കപ്പെട്ടിട്ടുള്ള നാരായണീയത്തിലെ 8ാമത്തെ ദശകത്തിൻ്റെ അർത്ഥസഹിതമായ വിവരണമാണ് ഇവിടെ ചെയ്യുന്നത്. 1-ാമത്തെ ശ്ലോകം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ ബ്രാഹ്മേ കൽപ്പേ ഹ്യാദിമേ ലബ്ധജന്മ ബ്രഹ്മാ ഭൂയസ്ത്വത്ത ഏവാപ്യവേദാൻ സൃഷ്ടിം ചക്രേ പൂർവകൽപ്പോപമാനാം. ഏവം താവത് പ്രാകൃത പ്രക്ഷയാന്തേ, ഇപ്രകാരം പ്രാകൃത പ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദിമേഹി ബ്രാഹ്മകൽപ്പേ ലബ്ധജന്മ, ആ ബ്രാഹ്മകൽപ്പത്തിൻ്റെ ആദ്യത്തിൽ തന്നെ ജന്മം കൊണ്ടവനായിട്ടുള്ള ബ്രഹ്മാവ് ത്വത്തഃ ഏവ വേദാൻ ആപ്യ, അങ്ങയിൽ നിന്ന് വീണ്ടും വേദത്തിൻ്റെ ജ്ഞാനത്തെ സ്വീകരിച്ചിട്ട് പൂർവകൽപ്പോപമാനാം സൃഷ്ടിം ചക്രേ, ഇതിന് മുന്നേയുള്ള കൽപ്പത്തിൽ എപ്രകാരമാണോ സൃഷ്ടികർമ്മത്തെ ചെയ്തത് അതേപോലെ തന്നെ ഇപ്പോഴും സൃഷ്ടികർമ്മത്തെ ചെയ്തു. ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം എന്ന് പറയുന്നത് മനുഷ്യരുടെ 1000 ചതുർയുഗങ്ങളാണ്. 4 യുഗങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അത് ഒരു മഹായുഗമായും അത്തരത്തിലുള്ള 1000 മഹായുഗങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പമായും അഥവാ ഒരു ദിവസമായും കണക്കാക്കപ്പെടുന്നു. 2-ാമത്തെ ശ്ലോകം. സോയം ചതുർയുഗസഹസ്രമിതാന്യഹാനി താവന്മിതാശ്ച രജനീർബഹുശോനിനായ നിദ്രാത്യസൗ ത്വയി നീലീയ സമം സ്വസൃഷ്ടൈർ നൈമിത്തികപ്രളയമാഹുരതോസ്യ രാത്രിം. സഹ അയം, ആ ബ്രഹ്മാവ് ചതുർയുഗ സഹസ്രമിതാനി അഹാനി, നേരത്തെ പറഞ്ഞ 1000 സഹസ്രയുഗങ്ങൾ അഥവാ 1000 മഹായുഗങ്ങൾ, അത് ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കൽപ്പമെന്നാൽ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ എന്ന് അർത്ഥം. അപ്പോൾ 1000 മഹായുഗങ്ങൾക്ക് സമമായിട്ടുള്ള ഒരു പകലും അതേപോലെ താവന്മിതാഹ രജനീഹി ച, അത്രയും തന്നെ രാത്രിയും, ബഹുശഃ ദിനായ, ഇത്രയും സമയത്തെ കഴിച്ചു കൂട്ടിയിട്ട് അസൗ സ്വസൃഷ്ടൈഹി സമം, അദ്ദേഹം തന്നാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ചരാചരങ്ങളോടുകൂടി ത്വയി നിലീയ നിദ്രാതി, അങ്ങയിൽ ലയിച്ചിട്ട് അവിടെ നിദ്ര ചെയ്യുന്നു. അതായത് പ്രളയാവസാനത്തിൽ ബ്രഹ്മാവ് സ്വയം തൻ്റെ സൃഷ്ടികളോടും കൂടി പരമാത്മാവാകുന്ന മഹാവിഷ്ണുവിൽ ലയിച്ചിട്ട് അവിടെ നിദ്ര ചെയ്യുന്നു. അതഃ നൈമിത്തിക പ്രളയ അസ്യ രാത്രിം ആഹു, അതിനാൽ ഈ രാത്രിയെ നൈമിത്തിക പ്രളയം എന്നാണ് വിളിക്കുന്നത്. 3-ാമത്തെ ശ്ലോകം. ഹസ്മാദൃശാം പുനരഹർ മുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്യനുദിനം ന ഭവത്പ്രസാദാത് പ്രാഗ് ബ്രഹ്മകൽപ്പജനുഷാം ച പരായുഷാം തു പ്രബോധനസമാസ്തി തദാപി സൃഷ്ടി. സ പുനഃ ഭവത്പ്രസാദാത്, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പ്രസാദത്താലാണ്, അങ്ങയുടെ അനുഗ്രഹത്താലാണ് ആ ബ്രഹ്മാവ് അനുദിനം അസ്മാദൃശാം അഹർമുഖ കൃത്യതുല്യാം, ഞങ്ങളെ പോലെയുള്ളവരുടെ പ്രഭാതകൃത്യങ്ങൾക്ക് തുല്യമായിട്ടുള്ള അത്രയും തന്നെ പ്രാധാന്യമർഹിക്കുന്ന സൃഷ്ടിം കരോതി, അതായത് അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പ്രസാദത്താൽ ഒന്നുകൊണ്ട് മാത്രമാണ് ബ്രഹ്മാവ് അനുദിനം സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുന്നത്. പ്രാഗ് ബ്രഹ്മ കൽപ്പജനുഷാം, മുൻപത്തെ ബ്രാഹ്മകൽപ്പത്തിൽ ജനിച്ചവർക്കും അതേപോലെ പരായുഷാം തു, ശരീരത്തിൻ്റെ നശ്വരതയെ മനസ്സിലാക്കിയ ആത്മാവ് മാത്രമാണ് നിത്യമായി അവശേഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയവർക്കും തദാപി സുപ്തപ്രബോധനസമാ സൃഷ്ടി അസ്തി, അത്തരത്തിലുള്ളവർക്ക് ഉറങ്ങുന്നതിനും ഉണരുന്നതിനും സമാനമാണ് പ്രളയവും പിന്നീടുള്ള ജനനവും എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 4-ാമത്തെ ശ്ലോകം. പഞ്ചാശദബ്ധമധുന സ്വവയോർധരൂപം ഏകം പരാർത്ഥമതിവൃത്യ ഹി വർത്തതേസൗ
തത്ര അന്ത്യരാത്രിജനിതാൻ കഥയാമി ഭൂമൻ പശ്ചാദ്ദിനാവതരണേ ച ഭവദ്വിലാസാൻ. അധുനാ അസൗ സ്വവയോഹോ അർദ്ധരൂപം. ഇപ്പോൾ ഈ ബ്രഹ്മാവിൻ്റെ ആയുസ്സിൻ്റെ പകുതി, അതായത് ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 100 ദിവ്യവർഷങ്ങളാണ്. അതിൻ്റെ പകുതി, അതായത് 50 വർഷങ്ങൾ. ആ ദിവ്യങ്ങളായിട്ടുള്ള 50 വർഷങ്ങളെ തന്നെയാണ് പരാർത്ഥം, ഏകം പരാർത്ഥം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ അതിവൃത്യ വർത്തതേഹി, അതായത് ബ്രഹ്മാവിൻ്റേതായിട്ടുള്ള 100 ദിവ്യവർഷങ്ങളുടെയും പകുതിയായി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴത്തെ സമയം എന്ന് പറയുന്നത്. ഹേ ഭൂമൻ, അല്ലയോ ഭഗവാനെ, തത്ര അന്ത്യരാത്രി ജനിതാൻ, അല്ലയോ ഭഗവാനെ, ആ ബ്രാഹ്മാദികൽപ്പത്തിൻ്റെ അന്ത്യത്തിലുള്ള രാത്രിയിൽ ഉണ്ടായിട്ടുള്ളതും അതേപോലെ ഭവദ്വിലാസാൻ പശ്ചാത് ദിനാവതരണേ അഹം കഥയാമി, ആ രാത്രിക്ക് ശേഷം പിന്നീടുള്ള ദിവസവും അങ്ങയാൽ ചെയ്യപ്പെട്ടിട്ടുള്ള ആ ലീലാവിലാസങ്ങളെ ഞാൻ ഇവിടെ വർണ്ണിക്കാമെന്നാണ് ഇവിടെ മേൽപ്പത്തൂര് പറയുന്നത്. 5-ാമത്തെ ശ്ലോകം. ദിനാവസാനേധ സരോജയോനി സുഷുപ്തികാമസ്ത്വയി സന്നിലില്യേ ജഗന്തി ച ത്വജ്ജഠരം സമീയുഃ തദേതമേകാർണവമാസ വിശ്വം. അഥ സരോജയോനിഹി, പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മാവ് ദിനാവസാനേ സുഷുപ്തികാമഃ, അദ്ദേഹത്തിൻ്റെ ഒരു ദിവസമാകുന്ന അല്ലെങ്കിൽ പകൽ സമയമായിട്ടുള്ള ആ കൽപ്പത്തിൻ്റെ അവസാനത്തിൽ വിശ്രമിക്കാനായി ആഗ്രഹമുള്ളവനായി തീർന്നിട്ട് ത്വയി സന്നിധില്ലേ, അങ്ങയിൽ ലയിച്ചുവല്ലോ. ജഗന്തി ത്വജ്ജഠരം സമീയുഃ, അങ്ങയുടെ ഉദരത്തിലേക്ക് ലയിച്ചിട്ടുള്ള തഥാ ഇദം വിശ്വം ഏകാർണവം ആസ, അങ്ങയുടെ ഉദരത്തിലെ ആ കാരണജലത്തിൽ ലയിച്ചിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ ഒരു സമുദ്രത്തെ പോലെ അല്ലെങ്കിൽ ഒറ്റ സമുദ്രമായി മാറപ്പെട്ടു എന്നാണ് പറയുന്നത്. 6-ാമത്തെ ശ്ലോകം. തവ ഇവ വേഷേ ഫണിരാജിശേഷേ ജലൈകശേഷേ ഭുവനേസ്മശേഷേ ആനന്ദ സാന്ദ്രാനുഭവസ്വരൂപ സ്വയോഗനിദ്രാ പരിമുദ്രിതാത്മാ. ഭുവനേ ജലൈകശേഷേ, ഈ പ്രപഞ്ചം മുഴുവൻ ആ കാരണജലത്തിൽ, പ്രളയജലത്തിൽ മുങ്ങിക്കഴിഞ്ഞപ്പോൾ സാന്ദ്രാനന്ദ സ്വരൂപഃ ത്വം, പരമമായിട്ടുള്ള ആ ആനന്ദത്തിൻ്റെ അനുഭവസ്വരൂപമായിട്ടുള്ള അങ്ങ് തവ ഏവ വേഷേ അണിരാജി ശേഷേ, അങ്ങയുടെ തന്നെ മറ്റൊരു രൂപമായിട്ടുള്ള ആ ഫണിരാജനിൽ അഥവാ ആ ആദിശേഷനിൽ യോഗനിദ്ര പരിമുദ്രിതാത്മാ ശേഷേസ്മ, യോഗനിദ്രയിൽ മുഴുകിക്കൊണ്ട് ആ അനന്തനിൽ ശയിച്ചു. 7-ാമത്തെ ശ്ലോകം. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാ കിലാദൗ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തി വ്രജേന തത്രാഖില ജീവധാംനാ. തത്ര ആദൗ പരിസുപ്തഃ, ആ പ്രളയത്തിൻ്റെ ആദ്യത്തിൽ യോഗനിദ്രയിൽ മുഴുകിയിട്ടുള്ള ഭഗവാൻ ശക്തിവ്രജേന, എല്ലാ ശക്തികളോട് കൂടിയവനും അതേപോലെ അഖില ജീവധാംന, എല്ലാ ചരാചരങ്ങളുടെയും ആശ്രയ കേന്ദ്രവും ആയിട്ട് ത്വയാ പ്രളയാവസാനേ മാം പ്രബോധയ ഇതി, ഈ പ്രളയത്തിൻ്റെ അവസാനത്തിൽ ഉണർത്തുക എന്ന് കാലാഖ്യശക്തിം ആദിശത പ്രസുപ്തം കില, കാലമെന്ന പേരായ അദ്ദേഹത്തിൻ്റെ തന്നെ ഒളിഞ്ഞിരിക്കുന്ന ആ ശക്തിയോട് കൽപ്പിച്ചിട്ട് യോഗനിദ്രയിൽ മുഴുകിയല്ലോ. 8-ാമത്തെ ശ്ലോകം. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്വാം കില വിശ്വനാഥ. ഹേ വിശ്വനാഥ, അല്ലയോ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ടുള്ള ഭഗവാനെ, അദ്വിതീയെ ഏകാകിയായിക്കൊണ്ട് ചതുർയുഗാണാം സഹസ്രം ഏവ പ്രസുപ്തേ, ചതുർയുഗാണാം സഹസ്രം അഥവാ ഒരു കൽപ്പകാലം എന്ന് പറയപ്പെടുന്ന ആ ബ്രഹ്മാവിൻ്റെ രാത്രിയാകുന്ന ആ കൽപ്പത്തിൽ ഇപ്രകാരം മുഴുവൻ സമയവും ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പുനഃ കാലാഖ്യശക്തി, കാലമെന്നു പേരായ അങ്ങയിൽ തന്നെ ലയിച്ചിട്ടുള്ള ആ ശക്തി പ്രഥമ പ്രബുദ്ധ, ആദ്യം ഉണർന്നിട്ട് ത്വാ പ്രബോധയത് കില, അങ്ങയെയും ഉണർത്തിയല്ലോ. 9-ാമത്തെ ശ്ലോകം. വിപുദ്ധ്യചത്വം ജലഗർഭശായിൻ
വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാ ആത്മതയാ നിജാന്ത സ്ഥിതേഷു വിശ്വേഷു ദദാധ ദൃഷ്ടിം. ഹേ ജലഗർഭശായിൻ, അല്ലയോ പ്രളയജലത്തിൻ്റെ മധ്യത്തിൽ പള്ളികൊള്ളുന്ന ഭഗവാനെ, ത്വം വിബുദ്ധ്യ ച അഖിലാൻ ലോകാൻ പ്രലീനാൻ, അങ്ങ് ഉണർന്ന ശേഷം ഈ ലോകം മുഴുവൻ അങ്ങയിൽ ലയിച്ചിരിക്കുന്നു എന്ന് വിലോക്യ എന്ന് മനസ്സിലാക്കിയിട്ട്, സൂക്ഷ്മാത്മതയാനിജാന്ത, സൂക്ഷ്മരൂപത്തിൽ അങ്ങയുടെ ഉള്ളിൽ ലയിച്ചിട്ടുള്ള ആ പ്രപഞ്ചത്തെ നോക്കിയ ശേഷം, സ്ഥിതേഷു ദൃഷ്ടിം ദധാത, നിജാന്തസ്ഥിതേഷു അങ്ങയുടെ ഉള്ളിൽ ലയിച്ചിട്ടുള്ള ആ പ്രപഞ്ചങ്ങളിലേക്ക് അങ്ങയുടെ ദൃഷ്ടിയെ നൽകി എന്നാണ് അർത്ഥം. 10ാമത്തെ ശ്ലോകം. തതസ്ത്വദീയാദൈ നാഭിരന്ധ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷപദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. ഐ തതഃ, അല്ലയോ ഭഗവാനെ, അതിനുശേഷം, ത്വദീയാത് നാഭിരന്ധ്രാത്, അങ്ങയുടെ ആ ഉദരത്തിൽ നിന്നും, നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം, അങ്ങയുടെ ഉദരത്തിൽ ലയിച്ചിട്ടുള്ള ഈ പ്രപഞ്ചമാകുന്ന അല്ലെങ്കിൽ എല്ലാ ദ്രവ്യങ്ങളുടെയും പദാർത്ഥങ്ങളുടെയും സംക്ഷേപരൂപം അഥവാ ബീജരൂപത്തിലുള്ള, അതേപോലെ മുകുളായമാനം കിഞ്ചന ദിവ്യപത്മം ഉദഞ്ചിതം, മുട്ടിൻ്റെ രൂപത്തിലുള്ള ഒരു ദിവ്യപത്മമായിട്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ബീജരൂപം അങ്ങയുടെ ഉദരത്തിൽ നിന്നും ഉളച്ചു പൊങ്ങി എന്നാണ് പറയുന്നത്. 11ാമത്തെ ശ്ലോകം. തദേതദംഭോരുഹ കുട്മളം തേ കളേബരാത്തോയ പഥേ പ്രരൂഢം ബഹിർനിരീതം പരിതസ്ഫുരദ്ഭി സ്വധാമഭിർധ്വാന്തമലം ന്യകൃന്തത്. തത് ഏതത് അംഭോരുഹ കുട്മളം, അങ്ങയുടെ തിരുമേനിയിൽ നിന്നും മുളച്ചു പൊങ്ങിയിട്ടുള്ളതായ ആ താമരയുടെ മുട്ട്, തേ കലേബരാത് തോയപഥേ പ്രരൂഢം, അങ്ങയുടെ ആ നാഭിയിൽ നിന്നും ജലമാർഗത്തിലൂടെ വിരിഞ്ഞിട്ട്, ബഹി നിരീതം പരിതം സ്ഫുരദ്ഭിഹി സ്വധാമഭിഹി, പുറത്തേക്ക് വന്നിട്ട് സ്വന്തം ധാമഭിഹി, സ്വന്തം ഐശ്വര്യത്താൽ അല്ലെങ്കിൽ പ്രകാശത്താൽ, തേജസ്സിനാൽ ചുറ്റുമുള്ളവയെ ആ ഇരുട്ടിനെ, ത്വാന്തമലം ന്യകൃന്തത്, പ്രാകൃതപ്രളയത്തിൽ എല്ലാം തന്നെ നശിച്ചു എന്നതിനാൽ അവിടെ സൂര്യനുമില്ല ചന്ദ്രനുമില്ല, അപ്പോൾ ദിവസങ്ങളും കാലവും ഇല്ല. അങ്ങനെ പരിപൂർണമായിട്ടുള്ള ഇരുളിൽ നിറഞ്ഞ ആ അവസ്ഥയെ മാറ്റിക്കൊണ്ട് സ്വന്തം തേജസ്സിനാൽ അവിടം ആകെ പ്രകാശപൂരിതമാക്കി. 12ാമത്തെ ശ്ലോകം. സംഫുല്ലപത്രേ നിധരാം വിചിത്രേ തസ്മിൻ ഭവദ്വീര്യധൃതേ സരോജേ സ പത്മജന്മ വിധിരാവിരാസീത് സ്വയം പ്രബുദ്ധാഖിലവേദരാശി. സംഫുല്ലപത്രേ നിതരാം വിചിത്രേ, നന്നായി തന്നെ ഇതളുകൾ വിടർന്നിട്ടുള്ള, അതേപോലെ വിചിത്രവുമായിട്ടുള്ള ആ താമരപ്പൂവ്, ഭവദ്വീര്യധൃതേ സരോജേ, അങ്ങയുടെ യോഗശക്തിയാൽ ധരിക്കപ്പെട്ടതാണല്ലോ. അതിൽ സ്വയം പ്രബുദ്ധ അഖില വേദരാശി, സ്വയം ഓർമ്മിച്ചെടുത്ത വേദസമൂഹത്തോടു കൂടിയിട്ടുള്ള സ പത്മജന്മ, പത്മസംഭവനായിട്ടുള്ള വിധിഹി ആവിരാസീത്, പത്മസംഭവനായിട്ടുള്ള ബ്രഹ്മാവ് ജന്മമെടുത്തി. 13ാമത്തെ ശ്ലോകം. അസ്മിൻ പരാത്മൻ നനുപാത്മകൽപേ ത്വമിദ്ധമുദ്ധാപിത പത്മയോനിഃ അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധി വാതാലയ വാസവിഷ്ണു. നനു വാതാലയ വിഷ്ണു, അല്ലയോ ഗുരുവായൂരപ്പ, പരാത്മൻ അസ്മിൻ പാത്മകൽപ്പേ, പരമാത്മാവുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, ഈ പാത്മകൽപ്പത്തിൽ ഇദ്ധം ഉദ്ധാപിത പത്മയോനിഹി, ഇപ്രകാരം സൃഷ്ടിക്കപ്പെട്ട ബ്രഹ്മാവിനോട് കൂടിയവനുമായിട്ടുള്ള അങ്ങ് അനന്തഭൂമഃ, അളവറ്റ മഹിമയോട് കൂടിയവനുമാകുന്നു. മമ രോഗരാശിം നിരുന്ധി, അല്ലയോ ഭഗവാനെ, എൻ്റെ ഈ രോഗങ്ങളെയെല്ലാം അങ്ങ് ഇല്ലാതാക്കി തീർക്കേണമേ.